നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു 5 കൊല്ലം മുന്നത്തെ പോലെയല്ല, ഭയങ്കരമായിട്ട് മാറി മറിയുന്നുണ്ടല്ലേ. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ വേനൽ അത്രയും രൂക്ഷമല്ലായിരുന്നു ഈ കൊല്ലത്തെ വേനൽ. പല സമയത്തും ഞാൻ ഈ തിരുവനന്തപുരത്തെ ഒരു അനുഭവം പറയുവാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അത്രയും കടുത്ത വേനലല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് നല്ല മഴ കിട്ടി. അത് മാത്രമല്ല, ജൂൺ ജൂലൈ തുടർച്ചയായിട്ട് മെയ് മുതൽ തന്നെ നമുക്ക് മഴയായിരുന്നു. ഈ മെയ് മുതൽ തന്നെ മഴയുള്ളൊരു പ്രതിഭാസം ഈ അടുത്ത കാലത്ത് അങ്ങനെ അത്രയും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ്യിലൊക്കെ നല്ല കടുത്ത ചൂടായിരുന്നു. മെയ് അവസാനത്തോടു കൂടിയാണ് മഴയൊക്കെ വന്നു തുടങ്ങിയത്. ഇത് ഈ വർഷം അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും അങ്ങനെ ആവണമെന്നുണ്ടോ? ഓർക്കുന്നില്ലേ, നമ്മുടെ പ്രളയം വന്ന ഒരു ഓഗസ്റ്റ് 18 പിന്നെ ചൂരൽമല ദുരന്തം ഉണ്ടായത് എപ്പോഴാണ്? ജൂലൈ 30, അതായത് ജൂലൈ കഴിയാറാവുന്ന ഒരു സമയത്ത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മഴ ഇഷ്ടം പോലെ കിട്ടും. ഈ കാലവർഷം മാത്രമല്ല, നമുക്ക് തുലാവർഷമുണ്ട്, നമുക്കൊരു വശത്ത് കടലുണ്ട്, കടൽക്ഷോഭം എപ്പോൾ വേണമെങ്കിലും വരാം, നമുക്ക് 44 നദികളുണ്ട്, നമുക്കിതിലെല്ലാം പലതിലും ഡാമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു പ്രത്യേക പരിതസ്ഥിതി വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഈ മഴയുടെ പാറ്റേൺ മാറിക്കൊണ്ടും ഇരിക്കുകയാണ്. തുള്ളിക്കൊരുകുടം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു വലിയ മഴ വന്ന് വെള്ളം പൊങ്ങി പിന്നെ മഴയില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചേഞ്ച് ആവുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ഈ വെക്കേഷൻ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കാരണം വെക്കേഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു തീരുമാനമാണ്. നമ്മുടെ മൊത്തം അക്കാദമിക് കലണ്ടർ അതനുസരിച്ച് മാറും, പരീക്ഷയുടെ സമയം മാറും.